ഓക്കെ, അപ്പം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഗ്രൂപ്പ് കപ്പാസിറ്റി ഓഫ് പൈൽസ് നോക്കിയായിരുന്നു. അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. എ 16 pile group has to be arranged in the form of a square in soft clay with uniform spacing. Neglecting end bearing, determine the optimum value of spacing of the pile in terms of the pile diameter, assuming a shear mobilization factor of 0.6. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 16 പയൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അതായത് 16 ഇൻഡിവിജ്വൽ പയൽസ് തന്നിട്ടുണ്ട്. ഈ 16 ഇൻഡിവിജ്വൽ പയൽസിനെ ഒരു സ്ക്വയർ പയൽ ഗ്രൂപ്പിലാണ് അറേഞ്ച് ചെയ്ത് സോഫ്റ്റ് ക്ലേയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ യൂണിഫോം സ്പേസിങ്ങിലുമാണ് ഈ ഓരോ ഇൻഡിവിജ്വൽ പയൽസും ആ പയൽ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നെഗ്ലെക്റ്റിംഗ് എൻഡ് ബെയറിംഗ്. അപ്പം നമുക്കറിയാം ക്യു യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യു യു ഈസ് ഈക്വൽ ടു പോയിന്റ് ബെയറിംഗ് ഓർ എൻഡ് ബെയറിംഗ് ലോഡ് ക്യു പി പ്ലസ് ഫ്രിക്ഷണൽ ലോഡ് ക്യു എസ് ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഈ മൊഡ്യൂളിൽ തുടങ്ങിയപ്പോൾ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നെഗ്ലെക്റ്റിംഗ് എൻഡ് ബെയറിംഗ്. അപ്പോൾ എൻഡ് ബെയറിംഗ് മീൻസ് ക്യു പി, പോയിന്റ് ബെയറിംഗ് ലോഡ് നെഗ്ലെക്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ പൈലിൻ്റെ സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒപ്റ്റിമം വാല്യൂ ഓഫ് സ്പേസിംഗ് ഓഫ് ദ പൈൽ ഇൻ ടേംസ് ഓഫ് ദ പൈൽ ഡയമീറ്റർ. അപ്പോൾ പൈൽ ഡയമീറ്റർ ടേംസിൽ നമുക്ക് ഈ പയൽ ഗ്രൂപ്പിലുള്ള ഓരോ പയലിൻ്റെയും സ്പേസിംഗ് കണ്ടുപിടിക്കണം, അതിൻ്റെ ഒപ്റ്റിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഷിയർ മൊബിലൈസേഷൻ ഫാക്ടർ 0.6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു 0.6. ഷിയർ മൊബിലൈസേഷൻ ഫാക്ടർ നമ്മൾ ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 0.6 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ എന്താണ് 16 ഗ്രൂപ്പ് ഓഫ് 16 പയൽ ഇൻ സ്ക്വയർ ഗ്രൂപ്പും തന്നിട്ടുണ്ട്. പിന്നെന്താണ് നെഗ്ലെക്റ്റിംഗ് എൻഡ് ബെയറിംഗ്. അപ്പം ഈ 3 ഡേറ്റാസ് മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലാതെ പയലിൻ്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഈ 3 ഡേറ്റാസ് വെച്ചിട്ട് ഈ പയലിൻ്റെ സ്പേസിംഗ് കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് ദ പയൽ ഡയമീറ്റർ. സോ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ആ പയലിൻ്റെ ഫിഗർ വരയ്ക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 16 പയൽ ഗ്രൂപ്പ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ ഗ്രൂപ്പ്. അപ്പോൾ സ്ക്വയർ ഫോമിലാണ് ഈ 16 ഇൻഡിവിജ്വൽ പയൽസ് സോഫ്റ്റ് ക്ലേയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതായത് 16 എന്ന് പറയുമ്പോൾ സ്ക്വയർ ആയിട്ട് വരുമ്പം എല്ലാ സൈഡിലും, അതായത് ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് പയൽസ് ഈക്വൽ സ്പേസിങ്ങിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ കൊടുക്കാം? 4 പയൽസ് വെച്ചിട്ട് ഒരു റോയിൽ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ടോട്ടൽ 16 പയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ക്വയർ ഫോമിൽ നമുക്ക് ഒരു റോയിൽ 4 പയൽസ് വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് യൂണിഫോം സ്പേസിങ്ങിൽ 4 പയൽസ് വെച്ചിട്ട് 4 റോ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 16 ഇൻഡിവിജ്വൽ പയൽസും ഉണ്ട്. ഈ 16 ഇൻഡിവിജ്വൽ പയൽസിനെ ഒരു സ്ക്വയർ ഗ്രൂപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ, ഒരു ഇൻഡിവിജ്വൽ പയലിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി ആയിട്ട് എടുക്കാം. സ്മോൾ ലെറ്റർ ഡി ആണ് ഒരു ഇൻഡിവിജ്വൽ പയലിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ഇത് അതേപോലെ അപ്പോൾ നമുക്ക് എന്നെ എഴുതാമല്ലോ. എന്താണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പയൽസ്, ദാറ്റ് ഈസ് 16. അതേപോലെ ഷിയർ മൊബിലൈസേഷൻ ഫാക്ടർ ആൽഫ ഈസ് ഈക്വൽ ടു 0.6. ആൻഡ് നമുക്ക് ക്ലേയിലാണ് ഈ ഒരു പയൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലേയിലുള്ള ഇക്വേഷൻ എന്താണ്? ക്യു യു ഈസ് ഈക്വൽ ടു സി പി എൻ സി ഇൻറ്റു എ പി പ്ലസ് ആൽഫ ഇൻറ്റു സി ഇൻറ്റു എ എസ്. സോ ഇതാണ് നമ്മുടെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫോമിലാണ്? ക്യു യു ഈസ് ഈക്വൽ ടു ക്യു പി പ്ലസ് ക്യു എസ്. ക്യു പി എന്താണ്? ക്യു പി ഈസ് ദ പോയിന്റ് ബെയറിംഗ് ലോഡ് ഓർ എൻഡ് ബെയറിംഗ് ലോഡ് ആൻഡ് ക്യു എസ് ഈസ് ദ ഫ്രിക്ഷണൽ ലോഡ്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എൻഡ് ബെയറിംഗ് നെഗ്ലെക്റ്റ് ചെയ്യാൻ, അതായത് ഈ ക്യു പി നെഗ്ലെക്റ്റ് ചെയ്യണം. ഈ സി പി എൻ സി ഇൻറ്റു എ പി ആ ഒരു ഫുൾ ടേം നെഗ്ലെക്റ്റ് ചെയ്തിട്ട് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഫ്രിക്ഷണൽ ലോഡ് ക്യു എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യു യു ഈസ് ഈക്വൽ ടു ക്യു എസ് എന്ന ഒരു ഫോമിലാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എൻഡ് ബെയറിംഗ് ആക്ഷൻ കംപ്ലീറ്റ്ലി നെഗ്ലെക്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻഡ് ബെയറിംഗ് ആക്ഷൻ കംപ്ലീറ്റ്ലി നെഗ്ലെക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. ക്യു യു ഈസ് ഈക്വൽ ടു ക്യു പി പ്ലസ് ക്യു എസ് സി പി എൻ സി ഇൻറ്റു എ പി പ്ലസ് ആൽഫ സി ഇൻറ്റു എ എസ്. ഇത് സി പി എൻ സി എ പി എന്താണ്? പോയിന്റ് ബെയറിംഗ് ഓർ എൻഡ് ബെയറിംഗ് ആക്ഷൻ കാരണമുള്ള ലോഡാണ്. അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ക്യു പിയെ നെഗ്ലെക്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് മാത്രമേ വരത്തുള്ളൂ? ക്യു യു ഈസ് ഈക്വൽ ടു ആൽഫ സി ഇൻറ്റു എ എസ്. സോ നമ്മൾ ഈ ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തു. ഈ ഇക്വേഷനെ നമ്മൾ 1 ആയിട്ട് കൊടുത്തു.
ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞു ഒരു പൈലിൻ്റെ സിംഗിൾ പൈലിൻ്റെ ഡയമീറ്റർ നമ്മൾ സ്മോൾ ഡി ആയിട്ടാണ് എടുക്കുന്നത്. അതേപോലെ ഈ ഓരോ പൈലിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് നമ്മൾ എപ്പോഴും അഡ്ജസൻറ്റ് പൈലിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ പൈലിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ എസ് ആയിട്ടും എടുത്തു. ഇനി നമുക്ക് ഈ ഓരോ സൈഡും കണ്ടുപിടിക്കണം. അതായത് ഈ ഫുൾ സൈഡ് കണ്ടുപിടിക്കണം, ഈ സ്ക്വയറിൻ്റെ ഫുൾ സൈഡെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സൈഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ബാക്കി 3 സൈഡും ആ സെയിം വാല്യൂ ആയിരിക്കും, കാരണം സ്ക്വയർ പാറ്റേണിലാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 അഡ്ജസൻറ്റ് പൈൽ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 4 പൈൽ വരുന്നുണ്ട് അല്ലേ, 1 2 3 4. അപ്പോൾ അതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസിംഗ് എത്ര എണ്ണം വരും? ഇവിടെ 1, പിന്നെന്താണ് ഈ രണ്ട് അഡ്ജസൻറ്റ് പൈൽ തമ്മിൽ ഇവിടെ 2, ആൻഡ് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ വന്നിട്ട് ഇവിടെ 3. അപ്പോൾ 3s ഉണ്ട്, 3 സ്പേസിങ് 3s. പിന്നെ ബാക്കി എന്തും കൂടെ ഉണ്ട്, നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വരെയുള്ള നമുക്ക് 3s ഉണ്ട്. ബാക്കി എന്തും കൂടെ ഉണ്ട്, റേഡിയസ്. അതായത് ഒരു സിംഗിൾ പൈലിൻ്റെ ഡയമീറ്റർ d ആണ്. ഇത് ഹാഫ് വന്നു d/2 ആണ്. ഓക്കെ, ഇത് ഹാഫ് d/2. ഇവിടെയും എന്താണ് d/2. സോ ടോട്ടൽ എന്ത് വരും, d/2 പ്ലസ് 3s പ്ലസ് d/2. നമുക്ക് 3s പ്ലസ് d എന്ന് ഒരു സൈഡിൻ്റെ ഫുൾ ലെങ്ത് കിട്ടും. സോ ഈ 3s പ്ലസ് d തന്നെയാണ് ബാക്കി ഈ സ്ക്വയറിൻ്റെ ബാക്കി സൈഡെല്ലാം. ഇവിടെയും 3s പ്ലസ് d ആണ്, ഇവിടെയും 3s പ്ലസ് d, ഇവിടെയും 3s പ്ലസ് d. അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിക്കോണം. ഓക്കെ, ഇനി നമുക്ക് സിംഗിൾ പൈൽ ഫെയിലിയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്രൂപ്പ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. സിംഗിൾ പൈൽ ഫെയിലിയറിൻ്റെ ആദ്യം കണ്ടുപിടിക്കുക, പിന്നെ ബ്ലോക്ക് പൈൽ ഫെയിലിയറിൻ്റെ കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് രണ്ടിൽ സ്മോളർ വാല്യൂ എടുക്കുക. അങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്, എന്താണ് ഒപ്റ്റിമം വാല്യൂ ഓഫ് സ്പേസിംഗ് ഓഫ് ദ പൈൽസ് ഇൻ ടേംസ് ഓഫ് ദ പൈൽ ഡയമീറ്റർ. അപ്പം നമുക്ക് ആ പൈലിൻ്റെ സ്പേസിംഗ് പൈൽ ഡയമീറ്ററിൻ്റെ ടേംസിലുള്ള പൈൽ സ്പേസിംഗ് ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ഒപ്റ്റിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം സിംഗിൾ പൈൽ ഫെയിലിയർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, QU = എൻ ബെയറിംഗ് നമ്മൾ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്, QU = α × C × AS. സോ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ആൽഫയുടെ വാല്യൂ ഉണ്ടല്ലോ 0.6, സിയുടെ വാല്യൂ തന്നിട്ടില്ല. സോ സി നിങ്ങൾ അതേപോലെ എഴുതാം. AS എന്താണ്, AS ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ഇൻഡിവിജ്വൽ പൈൽ. ഇത് സിംഗിൾ പൈലിൻ്റെ കേസാണ്. സോ AS ഈസ് ദ സർഫസ് ഏരിയ ഓഫ് സിംഗിൾ പൈൽ. അപ്പോൾ എന്ത് വരും, സർഫസ് ഏരിയ എന്താണ്, പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു d ഇൻറ്റു L. സോ നമ്മൾ QU ഇതേപോലെ എഴുതി, 0.6 × C × പൈ ഇൻറ്റു d ഇൻറ്റു L എന്ന് എഴുതി. ഇത് സിംഗിൾ പൈലിൻ്റെ കേസാണ്. നമ്മുടെ കയ്യിൽ എത്ര പൈലുണ്ട്, നമ്പർ ഓഫ് പൈൽസ് നമ്മുടെ കയ്യിൽ 16 പൈൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് QGU കണ്ടുപിടിക്കണം ഫോർ 16 പൈൽസ്. അപ്പോൾ എന്ത് വരും, QGU = N × QU, that is QGU = 16 into this equation, that is 0.6 × C × പൈ ഇൻറ്റു d ഇൻറ്റു L. സോ ഇത് നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ സിംഗിൾ പൈൽ ഫെയിലിയർ നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ കിട്ടി. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് പൈൽ ഫെയിലിയർ നോക്കാം. ഇക്വേഷൻ എന്താണ്, QGU = CPNC × AP × G, APG പ്ലസ് α C × ASG. ഇവിടെ ഈ ഒരു QP എന്താണ്, എൻഡ് ബെയറിംഗ് ആക്ഷൻ ആണ്. സോ നമ്മളിത് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യാണ്. ബാക്കി എന്ത് മാത്രമേ വരത്തുള്ളൂ, QGU = ഈ ഒരു ടേം മാത്രമേ വരത്തുള്ളൂ, α C ASG. സോ നമ്മുടെ കയ്യിൽ ഇത് ബ്ലോക്ക് പൈലിൻ്റെ കേസിൽ ആൽഫയുടെ വാല്യൂ 1 ആണ്. സോ ആൽഫയുടെ വാല്യൂ 1 കൊടുത്തു. പിന്നെ C അതേപോലെ ഇട്ടു, സീൻ്റെ വാല്യൂ തന്നിട്ടില്ല. സോ നമുക്ക് C അതേപോലെ ഇടാം. പിന്നെ ASG എന്താണ്, ASG ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ബ്ലോക്ക് പൈൽ. അതായത് നമ്മുടെ ഈ എൻറ്റയർ ബ്ലോക്ക് പൈലിൻ്റെ സർഫസ് ഏരിയ ആണ്. ഈ 16 പൈൽസ് നമ്മൾ സ്ക്വയർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ മൊത്തം പൈൽ ബ്ലോക്കിൻ്റെ സർഫസ് ഏരിയ ആണ് ASG. അപ്പോൾ എന്ത് വരും, സർഫസ് ഏരിയ ഓഫ് ബ്ലോക്ക് പൈൽ ബ്ലോക്ക് = പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്. ഇതിൻ്റെ പെരിമീറ്റർ എന്ത് വരും, ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4A, ദാറ്റ് ഈസ് 4 × 3s + d ആണ് ഈ പൈൽ ബ്ലോക്കിൻ്റെ പെരിമീറ്റർ. അതേ ഇൻറ്റു ലെങ്ത് നമ്മൾ L ആയിട്ട് എടുക്കുകയാണ്. അപ്പം 4 × 3s + d ഇൻറ്റു L. സോ ഇതാണ് നമ്മുടെ സർഫസ് ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക്, ദാറ്റ് ഈസ് പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്. ലെങ്ത് നമ്മൾ L ആയിട്ട് എടുത്തു. ഓക്കെ, അത് നമ്മൾ അടുത്ത ഇക്വേഷനായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ പൈൽ ഫെയിലിയറും കണ്ടുപിടിച്ചു, ബ്ലോക്ക് പൈൽ ഫെയിലിയറും കണ്ടുപിടിച്ചു.
അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും സ്മോളർ വാല്യൂസ് എടുത്തിട്ട് ആ സ്മോളർ വാല്യൂ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സേഫ് ലോഡ് അല്ല കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്പേസിംഗ് ഓഫ് പൈൽ ഇൻ ടേംസ് ഓഫ് പൈൽ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ അടുത്തത് നമുക്ക് എഫിഷ്യൻസി ഉണ്ട്, പൈൽ ഗ്രൂപ്പ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഉണ്ട്. സോ നമ്മൾ എഫിഷ്യൻസി 100% ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഉണ്ട്, ഈറ്റ ഈസ് ഈക്വൽ ടു QUG by N into QU. സോ നമ്മുടെ അതിൽ ഈ QUG ഉണ്ട്. എന്താണ് QUG? ദാറ്റ് ഈസ് 1 into C into 4 into 3S plus D into L divided by 16 into 0.6 into C into pi into D into L. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കാരണം നമ്മൾ 100% എഫിഷ്യൻസി ആണെന്ന് അസ്യൂം ചെയ്തു. സോ നമ്മൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കൊണ്ടുവന്നു. സോ ഇത് ഈ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ അടുത്തത്? That is C into 4 into 3S plus D into L is equal to 16 into 0.6 into C into pi into D into L. That is ഈ ഇതിനെ ഇങ്ങോട്ടേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ ആ 1 ആയതുകൊണ്ട് ഈ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന CC കട്ട് ചെയ്യാം, അതേപോലെ ലെങ്ത് കട്ട് ചെയ്യാം, L കട്ട് ചെയ്യാം. ബാക്കി എന്ത് വരും? ബാക്കി സിയും എല്ലും കട്ടാക്കിയിട്ട് ബാക്കി വരുന്നത് സോൾവ് ചെയ്ത് എഴുതുക. അതായത് ഈ 4 into 3S plus D ചെയ്യുമ്പോൾ നമുക്ക് 12S plus 4D എന്ന് കിട്ടും. പിന്നെ ഈ 16 into 0.6 into pi into D ചെയ്യുമ്പോൾ നമുക്ക് 30.16 into D എന്ന് കിട്ടും. സോ അതിൽ നമുക്ക് ഈ S എന്താണ്? S സ്പേസിങ്ങുമാണ്. D എന്താണ്? D ഈസ് ദ ഡയമീറ്റർ ഓഫ് സിംഗിൾ പൈൽ. സോ നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്? ഫൈനലി നമുക്ക് വേണ്ടത് ദ സ്പേസിംഗ് ഓഫ് ദ പൈൽ ഇൻ ടേംസ് ഓഫ് പൈൽ ഡയമീറ്റർ. സോ ഇതിൽ നിന്ന് നമുക്ക് എസ്സിനൊരു ഇക്വേഷൻ കൊണ്ടുവരാമല്ലോ. അപ്പോൾ 12S ഈക്വൽ ടു 30.16 into D minus 4D എന്ന് കിട്ടും. ഈ 4D അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആകും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എസ്സിൻ്റെ വാല്യൂ 2.18 into D എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് optimum value of spacing of the pile in terms of the pile diameter. That is S is equal to 2.18 into D. സോ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് ആ ഫിഗർ വരയ്ക്കുക. അതിൽ നിന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എൻഡ് ബെയറിംഗ് ആക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യാൻ. സോ നമുക്ക് ഫ്രിക്ഷണൽ ലോഡ് വെച്ചിട്ടുള്ള QU മാത്രമേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് QU is equal to alpha C into AS. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് സിംഗിൾ പൈൽ ഫെയിലിയർ കണ്ടുപിടിക്കുക, ബ്ലോക്ക് പൈൽ ഫെയിലിയർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ 100% എഫിഷ്യൻസി എന്ന് അസ്യൂം ചെയ്യുക. ആ ഇക്വേഷനിലേക്ക് നമുക്കുള്ള QUG വാല്യൂ അതേപോലെ N into QU കൂടെ കൊടുത്തിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് S ഈക്വൽ ടു 2.18 into D എന്ന് കിട്ടും. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ് സ്പേസിംഗ് ഓഫ് ദ പൈൽ ഇൻ ടേംസ് ഓഫ് പൈൽ ഡയമീറ്റർ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. സോ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. It is proposed to provide pile foundation for a heavy column. The pile group consisting of 4 piles placed at 2 meters center to center forming a square pattern. The underground soil is clay having cohesion at surface as 60 kN per meter square and at a depth of 10 meter cohesion as 100 kN per meter square. ഇത് 100 value ആണ്. So compute the allowable column load on pile cap if the piles are circular having diameter 0.5 meter each and length as 10 meter. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 4 ഇൻഡിവിജ്വൽ പൈൽ ഉള്ള ഒരു പൈൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 2 meter സെൻറ്റർ ടു സെൻറ്റർ ഫോമിങ് എ സ്ക്വയർ പാറ്റേൺ. അപ്പോൾ ഒരു സ്ക്വയർ പാറ്റേണിലായിട്ട് 4 ഇൻഡിവിജ്വൽ പൈൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 4 ഇൻഡിവിജ്വൽ പൈൽസ് ഇങ്ങനെ ഫോം ചെയ്തിട്ടൊരു സ്ക്വയർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് എത്രയാണ്? ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് വന്നിട്ട് 2 meter ആണ്. സോ നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങും വെച്ചിട്ടുള്ള 2 meter സ്പേസിങ് വെച്ചിട്ടുള്ള 4 ഇൻഡിവിജ്വൽ പൈൽസ് ഒരു സ്ക്വയർ ഫോമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ക്ലേയിൽ. ഓക്കെ, ദ അണ്ടർഗ്രൗണ്ട് സോയിൽ ഈസ് ക്ലേ. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് സോയിൽ ക്ലേ ആണ്. ആൻഡ് ഇതിൻ്റെ കൊഹിഷൻ എന്താണ്? ആ ക്ലേ സർഫസ്, അതായത് ആ സോയിലിൻ്റെ സർഫസിലുള്ള കൊഹിഷൻ വാല്യൂ ആണ് 60 kN per meter square. ദാറ്റ് ഈസ് ഹാവിങ് കൊഹിഷൻ അറ്റ് സർഫസ് ആസ് 60 kN per meter square. അപ്പോൾ സർഫസിലുള്ള കൊഹിഷൻ വാല്യൂ ആണ് ഈ 60 kN എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് എ ഡെപ്ത് ഓഫ്
10 meter as 100 kilonewton per meter square. അപ്പം ഒരു 10 മീറ്റർ ഡെപ്ത് കഴിഞ്ഞിട്ടുള്ള കോഷ്യൻ്റെ വാല്യൂ ആണ് 100 kilonewton. അപ്പോൾ സർഫസിലുള്ള കോഷ്യൻ വാല്യൂ 60യും 10 മീറ്റർ ഡെപ്ത് കഴിഞ്ഞിട്ടുള്ള കോഷ്യൻ വാല്യൂ 100ഉം ആണ്. സോ നമുക്കിവിടെ അലൗബിൾ ലോഡ് ഓർ സേഫ് ലോഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ പൈലിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.5 മീറ്റർ ആൻഡ് ലെങ്തും തന്നിട്ടുണ്ട് 10 മീറ്റർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കോളം ലോഡ്, അലൗബിൾ കോളം ലോഡ് കണ്ടുപിടിക്കണം ഓർ അലൗബിൾ ലോഡ് ഓൺ ദ പൈൽ കണ്ടുപിടിക്കണം. സോ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ സിംഗിൾ പൈൽ ഫെയിലിയർ കണ്ടുപിടിക്കുക, ബ്ലോക്ക് പൈൽ ഫെയിലിയർ കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എന്താണ് സ്മോളർ വാല്യൂ ഏതാണോ അതെടുക്കുക, അതേ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് അലൗബിൾ ലോഡ് ഓർ സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഷ്യൻ്റെ ആ ഒരു വാല്യൂസിന് മാത്രമേ ഒരു വേരിയേഷൻ വരുന്നുള്ളൂ. അതായത് കോഷ്യൻ്റെ വാല്യൂ സർഫസിൽ, ആ സോയിൽ സർഫസിൽ 60 kilonewton ഒരു 10 മീറ്റർ ഡെപ്ത് കഴിഞ്ഞിട്ട് 100 kilonewton ആണ്. ഓക്കെ, നമുക്കപ്പോൾ പ്രോബ്ലം നോക്കാം എങ്ങനെയാണെന്ന്. സോ നമ്മൾ ആദ്യം തന്നെ ഫിഗർ വരയ്ക്കുക. 4 ഇൻഡിവിജ്വൽ പൈലുണ്ട്. അതെങ്ങനെയാണ് സ്ക്വയർ പാറ്റേണിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. അപ്പം നമുക്ക് ഒരു പൈലിൻ്റെ സൈഡ് കണ്ടുപിടിക്കാമല്ലോ. അതേപോലെ ഒരു പൈലിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട് 0.5 മീറ്റർ. സോ നമുക്ക് ഒരു സൈഡ് കണ്ടുപിടിക്കാമല്ലോ. എന്ത് വരും? അതായത് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് നമുക്ക് 2 മീറ്റർ ഉണ്ട്. ബാക്കി ഇവിടെയും 0.25, ഇവിടെയും 0.25, ദാറ്റ് ഈസ് ഇവിടെയും d/2, ഇവിടെയും d/2. സോ ടോട്ടൽ ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ത് വരും? d/2 പ്ലസ് ദാറ്റ് ഈസ് 0.25 പ്ലസ് 2 പ്ലസ് 0.25 നമുക്ക് 2.5 മീറ്ററിന് വരും. സോ ഈ സ്ക്വയർ പൈൽ ബ്ലോക്കിൻ്റെ ഓരോ സൈഡും 2.5 മീറ്ററിന് കിട്ടും. ഓക്കെ, അങ്ങനെ ഓരോ സൈഡും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്കിനി സിംഗിൾ പൈൽ ഫെയിലിയർ നോക്കാം. ഇക്വേഷൻ എന്താണ്? QU ഈസ് ഈക്വൽ ടു CP ഇൻറ്റു NC ഇൻറ്റു AP പ്ലസ് ആൽഫ ഇൻറ്റു C ഇൻറ്റു AS. സോ ഇവിടെ വേരിയേഷൻ വരുന്നത് എന്താണ്? സർഫസിൽ കോഷ്യൻ്റെ വാല്യൂ 60യും അറ്റ് എ ഡെപ്ത് ഓഫ് 10 മീറ്റർ കോഷ്യൻ്റെ വാല്യൂ 100 kilonewton per meter squareമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ C1 സർഫസിലുള്ള കോഷ്യൻ C1ന് നമുക്ക് 60 എന്ന് കൊടുക്കാം. അതേപോലെ അറ്റ് എ ഡെപ്ത് ഓഫ് 10 മീറ്റർ C2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് C2 ഈസ് ഈക്വൽ ടു 100 kilonewton per meter square. സോ ആവറേജ് കോഹിഷൻ വാല്യൂ എന്ത് വരും? C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2/2 നമുക്ക് 80 kilonewton per meter square എന്ന് വരും. സോ ഇത് ആവറേജ് കോഹിഷൻ വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് ലെങ്ത് ഓഫ് പൈൽ തന്നിട്ടുണ്ട് 10 മീറ്റർ. അതേപോലെ ഡയമീറ്റർ എല്ലാം തന്നിട്ടുണ്ട് 0.5 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷനിൽ എങ്ങനെയാണ്? ഇവിടെ ഒരെണ്ണം CPയും ഇവിടെ Cയുമാണ്. നമ്മൾ ഇത്രയും നാളും നമുക്കങ്ങനെ ഒരു CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് പോയിന്റ് ബെയറിംഗ് ആണ് അല്ലേ? QU ഈസ് ഈക്വൽ ടു QP പ്ലസ് QS ആണ്. ദാറ്റ് ഈസ് QP ഈസ് ദ പോയിന്റ് ബെയറിംഗ് ലോഡ് ആൻഡ് QS ഈസ് ദ ഫ്രിക്ഷണൽ ലോഡ്. അപ്പോൾ പോയിന്റ് ബെയറിംഗ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CP എന്താണ്? ആ പൈലിൻ്റെ ബോട്ടം പോയിന്റ് ഓർ ആ ടിപ്പിലുള്ള കോഷ്യനാണ് CP. ആൻഡ് C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈൽ ഷാഫ്റ്റിൽ വരുന്ന ആവറേജ് കോഹിഷൻ വാല്യൂ ആണ് C. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തത് നമ്മൾ Cയുടെ വാല്യൂ സെയിം ആയിട്ട് എടുക്കുമായിരുന്നു. കാരണം കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും ഇങ്ങനെ കോഹിഷൻ വാല്യൂ വേരി ചെയ്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ തന്നെ നോക്കുവാണെങ്കിലും, നമ്മുടെ മെയിൻ ഇക്വേഷൻ എടുക്കുവാണെങ്കിലും ഇവിടെ QU ഈസ് ഈക്വൽ ടു CP NC ഇൻറ്റു AP പ്ലസ് ആൽഫ C ഇൻറ്റു ASG എന്നാണ്. ഈ CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലിൻ്റെ ബോട്ടം ടിപ്പിലുള്ള കോഹിഷൻ വാല്യൂ ആണ്. ആൻഡ് ഇവിടുത്തെ ഈ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈൽ ഷാഫ്റ്റിൽ വരുന്ന ആവറേജ് കോഹിഷൻ വാല്യൂ ആണ്. സോ നമുക്ക് 2 പ്രോബ്ലത്തിലും, നേരത്തെ നമ്മൾ ചെയ്ത 2 പ്രോബ്ലത്തിലും അങ്ങനെ Cക്ക് വേരിയേഷൻ വരുന്നില്ല. സോ നമ്മൾ Cയുടെ വാല്യൂ സെയിം ആയിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ അത് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. കോഷ്യൻ്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പൈൽ ടിപ്പിലുള്ള കോഷ്യൻ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ CPയുടെ വാല്യൂ ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ എടുക്കുക. അല്ല C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈൽ ഷാഫ്റ്റിൽ വരുന്ന ആവറേജ് കോഹിഷൻ വാല്യൂ ആണ്. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കോഹിഷൻ വാല്യൂസിനെ പറ്റി ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സെയിം C വാല്യൂ തന്നെ 2 പാർട്ടിലും QPയിലും QSലും സെയിം C വാല്യൂ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആവറേജ് കോഹിഷൻ വാല്യൂ കിട്ടി. 60 പ്ലസ് 100/2 നമുക്ക് 80 kilonewton per meter square കിട്ടി. ഇനി നമുക്ക് CPയുടെ വാല്യൂ വേണം. CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൈൽ ടിപ്പ്, ആ പൈലിൻ്റെ ബോട്ടം ടിപ്പ് അല്ലെങ്കിൽ ബോട്ടം എൻഡിലുള്ള കോഹിഷൻ്റെ വാല്യൂ ആണ് CP. അപ്പോൾ CPയുടെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അറ്റ് എ ഡെപ്ത് ഓഫ് 10 മീറ്റർ കോഹിഷൻ വാല്യൂ വാസ്
100 kilonewton per meter square. So CP യുടെ വാല്യൂ എന്താണ്? CP is equal to 100. കാരണം ക്വസ്റ്റ്യനിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ NC നമ്മൾ 9 ആയിട്ട് അസ്യൂം ചെയ്തു. AP എന്താണ്? AP is the area of pile, that is pi by 4 into 0.5 square. And ആൽഫയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, സോ നമ്മൾ അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്തിട്ട് ആൽഫ is equal to 0.5. ആൻഡ് സിൻ്റെ വാല്യൂ എന്താണ്? ഈ ഒരു സിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിയുടെ വാല്യൂ എന്താണ്? ആവറേജ് കോഷ്യൻ വാല്യൂ ആണ്, ദാറ്റ് ഇസ് 80 kilonewton per meter square. And AS എന്താണ്? AS is the surface area of pile, that is perimeter into length, that is equal to pi into d into L, that is pi into 0.5 into length വന്നിട്ട് 10 ആണ്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 805.03 kilonewton എന്ന് കിട്ടും. ഇത് സിംഗിൾ പൈലിൻ്റെ ആണ്, QUൻ്റെ സിംഗിൾ പൈലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 4 പൈലുണ്ട്. സോ ഫോർ 4 piles, QGU is equal to N into QU, that is 4 into 805.03. അത് ചെയ്യുമ്പോൾ നമുക്ക് 3220.11 kilonewton എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ സിംഗിൾ പൈൽ ഫെയിലിയർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഇനി ബ്ലോക്ക് പൈൽ ഫെയിലിയർ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഉണ്ട് CPNC into APG plus alpha C into ASG. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. APG എന്താണ്? APG is the area of pile block. അപ്പോൾ നമ്മൾ പൈൽ ബ്ലോക്ക് എടുക്കാം. ഇത് സ്ക്വയർ പൈലാണ്. സോ ഏരിയ എന്ത് വരും? A square, that is 2.5 into 2.5. ആൻഡ് CP യുടെ വാല്യൂ എന്താണ്? CP യുടെ വാല്യൂ 100. കാരണം ആ ഒരു പോയിന്റ് ബോട്ടം പോയിന്റിൽ വരുന്ന പൈലിൻ്റെ ബോട്ടം പോയിന്റിൽ വരുന്ന ക്വസ്റ്റ്യനാണ് CP. അത് ക്ലിയർലി 100 തന്നിട്ടുണ്ട്. അതേപോലെ NC 9, APG ഉണ്ട് 2.5 into 2.5. ആൻഡ് ആൽഫയുടെ വാല്യൂ എന്താണ്? ബ്ലോക്ക് പൈൽ ആകുമ്പോൾ ആൽഫയുടെ വാല്യൂ 1. ആൻഡ് ഇവിടെ എന്താണ്? സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് കൊഹിഷൻ ആണ്, ദാറ്റ് ഈസ് 80. ആൻഡ് ASG എന്താണ്? സർഫസ് ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക്, ദാറ്റ് ഈസ് ASG ഈസ് ഇക്വൽ ടു പെരിമീറ്റർ ഓഫ് പൈൽ ബ്ലോക്ക് ഇൻറ്റു ലെങ്ത്. പെരിമീറ്റർ എന്ത് വരും? 4 into A, ദാറ്റ് ഈസ് 4 into 2.5 into ലെങ്ത് വന്നിട്ട് 10. സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 13,625 kilonewton എന്ന് കിട്ടും. ഇതിൽ നിന്ന്, അതായത് ഈ QGU നിന്നും ഇവിടുത്തെ നിന്ന്, അതായത് സിംഗിൾ പൈൽ ഫെയിലിയറിൻ്റെയും ബ്ലോക്ക് പൈൽ ഫെയിലിയറിൻ്റെയും അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി നോക്കുക. അപ്പോൾ ഇതിൽ സ്മോളർ ആയിട്ടുള്ളത് ഏതാണ്? 3220.11. സോ നമ്മൾ ആ സ്മോളർ വാല്യൂ അല്ലെങ്കിൽ ലോവർ വാല്യൂ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അലോബിൾ ലോഡ് എന്ത് വരും? ആ സ്മോളർ വാല്യൂ, ദാറ്റ് ഈസ് 3220.11 ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, സോ നിങ്ങൾ അസ്യൂം ചെയ്തെടുക്കുക 2.5 or 3. അപ്പോൾ ഇവിടെ 2.5 അസ്യൂം ചെയ്തെടുത്തു. സോ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ 1228.04 kilonewton എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ഈ സെയിം മെത്തേഡിലാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ഇവിടെ എന്താണ് വേരിയേഷൻ വന്നത്? കോയിഷൻ വാല്യൂ മാത്രമേ വേരി ചെയ്ത് വന്നിട്ടുള്ളൂ. ഇവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് അവർ സർഫസിലുള്ള കോയിഷൻ വാല്യൂ 60യും അതേപോലെ ഒരു 10 meter ഡെപ്തിൽ മാറിയിട്ടുള്ള കോയിഷൻ വാല്യൂയും തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ അതെങ്ങനെ ചേഞ്ച് ആകും? നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതാണ്. ഇതിൽ ഈ ഫസ്റ്റ് പാർട്ട് എന്താണ്? നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ എന്താണ്? QU is equal to QP plus QS ആണ്. ഈ QP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ബെയറിംഗ് ലോഡ് കാരണം, QS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രിക്ഷണൽ ലോഡ് കാരണം. അപ്പം ഈ QP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ QPയിൽ വരുന്ന പാർട്ടാണ് CPNC AP. ഈ CP എന്താണ്? പൈലിൻ്റെ ബോട്ടം ടിപ്പിൽ വരുന്ന ക്വസ്റ്റ്യനാണ് CP. സോ നമുക്ക് CPയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 100. ദാറ്റ് ഈസ് ആ പൈലിൻ്റെ ടോട്ടൽ ഡെപ്ത് ആണ് 10 meter. അപ്പോൾ 10 meter ഡെപ്തിൽ വരുന്ന ക്വസ്റ്റ്യൻ വാല്യൂ ആണ് 100. സോ CPയുടെ വാല്യൂ 100 എന്ന് വരും. പിന്നെ ഈ QSൽ വരുന്ന പാർട്ടാണ് ആൽഫ ഇൻറ്റു സി ഇൻറ്റു AS. സോ ഈ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് കൊഹിഷൻ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കാം. അതാണ് ഇവിടെ കൊടുക്കുന്നത് 80. സോ ആ ഒരു വേരിയേഷൻ മാത്രമേ ഈ പ്രോബ്ലത്തിലുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് 9 pile 12 meter long and 250 mm in diameter is to be arranged in square form in a clay soil with an average unconfined compressive strength of 60 kilonewton per meter square. Work out the center to center spacing of the pile for a group efficiency factor of 1. Neglect bearing at the tip of the pile. Take alpha is equal to 0.9. സോ ഇവിടെ 9 ഇൻഡിവിജ്വൽ പൈൽസ് ഉള്ള ഒരു സ്ക്വയർ ഗ്രൂപ്പ് ക്ലേ സോയിലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് ഓർ ഡെപ്ത് എത്രയാണ്? 12 meter. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ പൈലിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 250 mm. ആൻഡ് ഈ ക്ലേയുടെ
അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട് 60. ആൻഡ് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് എഫിഷ്യൻസി, അതായത് പയൽ ഗ്രൂപ്പ് എഫിഷ്യൻസി ഫാക്ടർ 1 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ പയലിൻ്റെ ടിപ്പിലുള്ള എൻഡ് ബെയറിംഗ് ആക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്? ഈ പൈൽസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ്, ആ അഡ്ജസൻറ്റ് പൈൽസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, സ്പേസിംഗ്. സോ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. അതായത് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഒപ്റ്റിമം വാല്യൂ ഓഫ് സ്പേസിംഗ് ഇൻ ടേംസ് ഓഫ് പൈൽ ഡയമീറ്റർ ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ പൈൽ ഫെയിലിയർ കണ്ടുപിടിച്ചു, ബ്ലോക്ക് പൈൽ ഫെയിലിയർ കണ്ടുപിടിച്ചു. പിന്നെന്താ ചെയ്തത്? എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വെച്ചിട്ട്, ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലോക്ക് പൈൽ ഫെയിലിയർ ഡിവൈഡഡ് ബൈ സിംഗിൾ പൈൽ ഫെയിലിയർ. സോ നമ്മൾ എഫിഷ്യൻസി 100% ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് സ്പേസിംഗ് ഇൻ ടേംസ് ഓഫ് പൈൽ ഡയമീറ്ററിൽ ഇക്വേഷൻ കിട്ടിയത്. സോ ഈ സെയിം മെത്തേഡിലാണ് നമ്മൾ ഇവിടെ ഈ തന്നിരിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഫിഗർ വരയ്ക്കാം. അതായത് 9 ഇൻഡിവിജ്വൽ പൈൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈച്ച് റോയിൽ 3 പൈൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. അതേപോലെ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് തന്നിട്ടില്ല. സോ നമ്മൾ എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യണം സ്പേസിംഗ്. ആൻഡ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാണ്? 250 mm. സോ അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.25 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്കിവിടെ എൻഡ് ബെയറിംഗ് ആക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? Q = ആൽഫ ഇൻറ്റു സി ഇൻറ്റു എസ്. ഇവിടെ നമ്മൾ സി പി എൻ സി എ പി ആ ഹോൾ ടേം നെഗ്ലക്റ്റ് ചെയ്തു. കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പൈൽ ടിപ്പിലുള്ള ബെയറിംഗ് ആക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യാൻ. സോ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ആൽഫയുടെ വാല്യൂ ഉണ്ട് 0.9. സിയുടെ വാല്യൂ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് അൺകൺഫൈൻഡ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. QUൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 60. സോ സിയുടെ വാല്യൂ എന്താണ്? QU/2, ദാറ്റ് ഈസ് 60/2 നമുക്ക് 30 kN എന്ന് കിട്ടും. സോ ആ 30 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് AS എന്താണ്? AS ഈസ് ദ സർഫസ് ഏരിയ ഓഫ് പൈൽ. അതെന്ത് വരും? പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഡയമീറ്റർ ഇൻറ്റു ലെങ്ത്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 0.25 ഇൻറ്റു ലെങ്ത് വന്നിട്ട് 12 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 12 മീറ്റർ ലെങ്ത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് QUൻ്റെ വാല്യൂ കിട്ടും. ഇതെന്താണ്? ഇത് സിംഗിൾ പൈലിൻ്റെ QU വാല്യൂ ആണ്. നമ്മുടെ കയ്യിൽ എത്ര പൈലുണ്ട്? 9 ഇൻഡിവിജ്വൽ പൈൽസ് ഉണ്ട്. സോ ഈ ടോട്ടൽ 9 പൈൽസിൻ്റെയും കണ്ടുപിടിക്കണം. സോ QGU = N ഇൻറ്റു QU. അപ്പം 9 ഇൻറ്റു ഈ ഇക്വേഷൻ, 9 ഇൻറ്റു ദിസ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആൻസർ വന്നിട്ട് 2290 kN എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സിംഗിൾ പൈൽ ഫെയിലിയർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്കിനി ബ്ലോക്ക് പൈൽ ഫെയിലിയർ കണ്ടുപിടിക്കണം. സോ അവിടെയും എന്താണ്? നമ്മൾ എൻഡ് ബെയറിംഗ് ആക്ഷൻ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യാണ്. അപ്പോൾ QGU = ആൽഫ ഇൻറ്റു സി ഇൻറ്റു ASG എന്ന് വരും. സോ ആൽഫ ഇവിടെ എന്താണ്? ബ്ലോക്ക് പൈൽ ഫെയിലിയറിൽ ആൽഫയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 30 ആൻഡ് ASG എന്താണ്? ASG ഈസ് ദ സർഫസ് ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക്. സോ ഈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ പൈൽ ബ്ലോക്കിൻ്റെ സർഫസ് ഏരിയ ആണ് ASG. സോ ASG എങ്ങനെ കണ്ടുപിടിക്കാം? സർഫസ് ഏരിയ വന്നിട്ട് പെരിമീറ്റർ ഓഫ് പൈൽ ബ്ലോക്ക് ഇൻറ്റു ലെങ്ത് ഓഫ് പൈൽ. സോ ഇവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സൈഡ് ഇൻറ്റു, അതായത് 4 ഇൻറ്റു സ്ക്വയർ പൈൽ ആയതുകൊണ്ട് 4 ഇൻറ്റു 1 സൈഡ്. അപ്പോൾ നമുക്ക് 1 സൈഡ് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് വന്നിട്ട് നമ്മൾ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയും എന്താണ്? എസ് ആണ് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്. സോ എന്ത് വരും? 2 ഇൻറ്റു എസ് പ്ലസ് ഇവിടെയും D/2, ഇവിടെയും D/2. സോ 2 ഇൻറ്റു എസ് പ്ലസ് 0.25 എന്ന് വരും. സോ 2s പ്ലസ് 0.25. അപ്പം അത് 1 സൈഡാണ്. അപ്പോൾ പെരിമീറ്റർ എന്ത് വരും? 4 ഇൻറ്റു 1 സൈഡ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു 2s പ്ലസ് 0.25 ആയിരിക്കും ഈ സ്ക്വയർ പൈൽ ബ്ലോക്കിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ 4 ഇൻറ്റു 2s പ്ലസ് 0.25 ഇൻറ്റു ലെങ്ത് വന്നിട്ട് 12. സോ ഇതാണ് നമ്മുടെ സർഫസ് ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക്. ഓക്കെ, അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എസിൻ്റെ ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് QGU = 2880 ഇൻറ്റു എസ് പ്ലസ് 360 എന്ന് കിട്ടും. സോ ഇത് നമ്മളിനി ചെയ്യുന്നത് എഫിഷ്യൻസി ഉണ്ടല്ലോ, അതായത് പൈൽ ഗ്രൂപ്പ് എഫിഷ്യൻസി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അസ്യൂം എ ഗ്രൂപ്പ് എഫിഷ്യൻസി ഫാക്ടർ ഓഫ് 1. സോ ഈറ്റയുടെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈറ്റയുടെ ഇക്വേഷൻ എന്താണ്? ഈറ്റ = QGU/N ഇൻറ്റു QGU, ദാറ്റ് ഈസ്
2880 into s plus 360 whole divided by 2290 is equal to 1. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ 0.67 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളിത് തന്നെ മനസ്സിലാക്കി ചെയ്യുക. ഈ 0.67 മീറ്റർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക.